ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മന്ദാരം ഫാമിലിക്ക് സ്വാഗതം. ഇന്നപ്പം നമ്മളുള്ളത് വെറ്റില പാറയിലാണല്ലോ. അപ്പം നമ്മൾ തോട്ടിൽ പോയി കുളിക്കാനും അലക്കാനൊക്കെ പോവുക. നമ്മൾ മക്കൾ വന്നത് തോട്ടിൽ പോയി കുളിക്കാനാണല്ലോ. നമ്മുടെ അച്ഛമ്മ എന്നും വിളിക്കുമ്പോൾ ചോദിക്കട്ടെ, അച്ഛമ്മ തോട്ടിൽ വെള്ളം ഉണ്ടെന്നൊരു ഒറ്റ ചോദ്യം മാത്രം അച്ഛമ്മോട് ചോദിക്കേണ്ടാവുള്ളൂ കേട്ടോ അവർക്ക്. അപ്പം അച്ഛമ്മ പണി കഴിഞ്ഞ് വന്നത് തോട്ടിൽ പോകട്ടെ. അപ്പോൾ ദേ കണ്ട കുറേ പുതിയ വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർക്ക്, പാവപ്പെട്ടവർക്ക്. ഈ ഒരൊറ്റ ഇങ്ങനത്തെ ഒറ്റ വഴി കൂടെ ഉണ്ട് നമുക്ക് തോട്ടിൽ പോകേണ്ടത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് തോട്ടിൽ പോകാനായിട്ട്. ഇതേപോലെ കുറേ വീടുകളും പറമ്പുകളും വഴികളൊക്കെ കഴിഞ്ഞിട്ട് വേണം തോട്ടിൽ പോകാൻ. എനിക്കതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യമാണ് തോട്ടിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മക്കൾ പോകുമ്പോൾ അവരുടെ കൂടെ പോകാണ്ടും പറ്റില്ല, അമ്മേനെ കൊണ്ട് തന്നെ അവരെ മേയ്ക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് അലക്കാനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മ കണ്ട പിന്നെ ഏത് വഴിക്കൂടെയും അമ്മ പൂട്ടത് വേറെ കാര്യം. അമ്മയ്ക്ക് ഇരുട്ടായാലും കുഴപ്പമില്ല, എന്നിട്ടായാലും കുഴപ്പം. ഈ ഒരു ചെടി കണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിലത്തെ പൂവ്. നല്ല വയലറ്റ് കളറാണല്ലോ. പിന്നെ നമ്മുടെ തോട്ടിക്കുള്ള വഴി എത്തിയിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെയല്ല എന്നിട്ട് കണ്ട, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ട് തോടിൻ്റെ ആഴം കണ്ട ഭയങ്കര താഴ്ചയാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട്. മുന്നേ ഇങ്ങനെ നല്ല ആയിട്ടായിരുന്നത്, നല്ല റോഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് വീടുകളേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയയാണ് കേട്ടോ, ആന വരും. ഇപ്പോൾ സമയം 5:30 കേട്ടോ. 5 മണിക്ക് ആകുമ്പോൾ ആന ഇറങ്ങാറെന്ന് പറയാറ്. മേലത്തെ വഴി കണ്ട അത് ശരിയാക്കിയിട്ടില്ല കേട്ടോ, എന്താണാവത് അറിയില്ല. തേക്കിൻ്റെ പൂവൊക്കെ കണ്ടുണ്ടായി നിൽക്കണത്, വിരിഞ്ഞിക്കണത് നല്ല രസമില്ലേ. പിന്നെ ഈ സ്ലോപ്പ് ഉണ്ടാക്കിക്കണത് കണ്ട ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമുണ്ട്. ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തോട്ടിൽ വെള്ളം വന്ന ആൾക്കാർക്ക് അലക്കാനും കുളിക്കാനും നല്ലൊരു ആശ്വാസം തന്നെ പറയാം കേട്ടോ. മിക്ക ആൾക്കാരും എത്ര സമയമായാലും ജോലി കഴിഞ്ഞ് ഇവിടെ വന്ന് അലക്കും കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഈ ഇവിടെ എന്ന് പറയുന്നത് തേക്കും കാട് റബ്ബർ തോട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതൽ. അതുകൊണ്ട് തന്നെ ആന ഏത് വഴിക്ക് വരണേന്ന് പോലും നമുക്കറിയില്ല, ഓടാനും കൂടിയും പറ്റില്ല കേട്ടോ. എനിക്ക് ഈ തോട്ടി വന്നപ്പോൾ ഒറ്റ ചിന്ത മാത്രമുള്ള ആനാന്ന്. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അവർക്ക് പറഞ്ഞിട്ടൊന്നും കയറണില്ല. ആന വരുന്നൊന്നും പറഞ്ഞ് വേഗം കുളിക്കാൻ പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കണില്ല. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ആനേനെ പേടിയില്ലാന്ന്. ഇപ്പം തോട്ടി വന്ന കാരണമായിട്ട് അതൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ അമ്മതേ അലക്ക് തുടങ്ങിയിട്ടുണ്ട്. അവന്മാരത് അവിടെ കുളിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. കുളിക്കാനും നല്ല വെള്ളത്തിൽ ഇരുന്ന് കളിക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു റബ്ബറും തോട്ടത്തിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ട്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് അത് ഭയങ്കര ഒരു ഡേഞ്ചർ തന്നെയാണെന്ന് പറയാം. കാരണം വഴിയില്ല, ഈ റബ്ബറും തോട്ടത്തിൽ കൂടെ പോകണം. ആനശല്യം, വീടാണെങ്കിൽ മലയുടെ അറ്റത്ത് ഞാൻ കാണിച്ചിട്ട് പിന്നെ ഒരു വീഡിയോയിൽ. പിന്നെ അമ്മയുടെ അലക്ക് ഞാൻ പറഞ്ഞതാണ് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അമ്മ പറഞ്ഞു നീ കുളിച്ചതല്ലേ എന്ന് പറഞ്ഞ് നനയേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ ഒരു സ്നേഹമല്ലേ. അവരോട് ഞാൻ പറയണ്ട് ആന ഏത് വഴിക്ക് വരുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അക്ഷരം തിരിഞ്ഞു നോക്കണില്ല കേട്ടോ. എന്തെങ്കിലും ചെയ്യട്ടെ അവിടെ നിന്ന്. പിന്നെ ഇത് അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ 5:45 അമ്മ വിളക്ക് വയ്ക്കാൻ വരുമെന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പം അതിന് മുന്നേ കുളിച്ച് മലക്കൊക്കെ കയറണം, അല്ലെങ്കിൽ ചീത്ത പറയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചീത്ത പറയുന്നത് മാത്രമല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ. വെള്ളത്തിൽ കൂടെ ബോള് പോയി നോക്കി എടുക്കാൻ പറ്റില്ല കേട്ടപ്പോൾ. ഇപ്പോൾ വേറൊരു കളിയുടെ മൈൻഡിലാണ്. അപ്പോൾ ബോള് വേണ്ടാന്ന് വെച്ചു. ഇനി ഇതിപ്പോൾ എടുക്കാൻ അച്ഛമ്മ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. ബോൾ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ കണ്ടിങ്ങനെ കല്ലും മണ്ണും തറഞ്ഞു കിടക്കണ കാരണം അതിൽ കൂടുതൽ വെള്ളം മര്യാദയ്ക്ക് വരുന്നില്ല. അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ അലക്കാനും ദേഷ്യം വരുന്നു. അലക്കാനുള്ള വെള്ളമൊന്നും ഇല്ല എന്നാണ് പറയാനായിട്ട് അമ്മ. മര്യാദയ്ക്ക് വീട്ടിൽ അലക്കിയാൽ മതിയായിരുന്നൊക്കെ പറയണത്. ഇനിയിപ്പോൾ എന്തായാലും വന്ന് പെട്ടില്ലേ, എന്ത് ചെയ്യാനാ. ബോള് പിടിക്കണ്ടേ, അച്ഛമ്മ വന്ന് നിൽക്കണ്ട്. ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മനെ പിടിച്ചു കൊടുക്കും. അച്ഛമ്മയ്ക്ക് പിന്നെ മക്കൾ എന്ത് ചെയ്താലും നോ പ്രോബ്ലം. അച്ഛമ്മ ഇത്രേ പറയുള്ളൂ, വെല്ലക്കാലത്തിൽ എൻ്റെ മക്കൾ വരണേ. അപ്പം പിന്നെ അവർ പറയുന്നത് ഞാൻ കേൾക്കണ്ടേന്ന്. എന്തൊക്കെയാണല്ലേ. പിന്നെ അവരുടെ കൂടെ ഞാനും നടന്നു പോകുന്നുണ്ട്. എനിക്ക് അവർ നടക്കേണ്ടത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെയാണ് ഞങ്ങൾ ആദ്യം വന്ന് കുളിക്കാറ്. അതായത് ഒരു 8 വർഷമൊക്കെ മുന്നേ ചേട്ടൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കേട്ടോ. ചേട്ടൻ വരുമ്പോൾ ഞാനും വരും. അപ്പം ഞാനൊന്ന് മുങ്ങിയിട്ടൊക്കെ പോകാറുണ്ട്. ഞാൻ കുറച്ച് തുണി കൊണ്ട് അലക്കാനും വരും. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ നല്ലതായിരുന്നു. ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് കണ്ടാൽ പേടിയാവും. ആ കുഴിയിൽ ഇറങ്ങിയിട്ടാണ്ട് നമ്മൾ കുളിക്കുമോ. അങ്ങനെ വലിയ കുഴിയൊന്നല്ല, എന്നാലും എനിക്ക് പേടിയായിരുന്നു. ഇപ്പം അത് കല്ലും മണ്ണൊക്കെ ഇട്ട് നികത്തി എന്താണെന്ന് അറിയില്ല. ഇപ്പം എന്തോ കണ്ട നിറച്ച് അഴുക്കുകളൊക്കെ വന്ന് കെട്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മരം 10 വർഷം മുന്നോട് അന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇപ്പം മരം വീഴുന്നു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് മരത്തിനും വരുന്ന ഒരു കുലുക്കില്ല. നമുക്ക് എന്തെങ്കിലും കുലുക്കുണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ. വേസ്റ്റുകൾ തടഞ്ഞു വെക്കണ കാരണം കൊണ്ടേ നമുക്കിവിടെ കുളിച്ചാൽ തന്നെ ഭയങ്കര ചൊറിച്ചിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതേ നമുക്കൊരു കാറ് വന്ന് കിടക്കേണ്ടത് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ കാറിനെ കഴുകാൻ കൊണ്ടുവരണതായിട്ട്. എന്നാൽ പിന്നെ ഇവരുടെ കുളി ഇപ്പം തന്നെ അവസാനിക്കും. ഭയങ്കര പ്രശ്നമായിരിക്കില്ലേ.
കാറ് കുളിപ്പിക്കാൻ തന്നെ കൊണ്ടുവന്ന് ഇവരോട് കയറുന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ആ കുഴിയിൽ അവിടെ നിൽക്കുക കളിച്ചിങ്ങാഞ്ഞ് ഞാൻ കുഴി ചെന്ന് മൂടിക്കളയേണ്ടി വരും. രണ്ടാളും കട്ടയുണ്ട. വെള്ളത്തിൽ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ രണ്ടാളും നല്ല കട്ടയ്ക്ക് കിടന്നിട്ട് ഇല്ലെങ്കിൽ തല്ലിപ്പോയി. ഒരാൾ കണ്ടില്ല തോഴാൻ നിൽക്കണ അമ്പലത്തിൽ ഈറനണിഞ്ഞിട്ടാ കേട്ടോ കൊച്ചു തോഴാൻ നിൽക്കണത്. എന്താ ചെയ്യുമോ അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അമ്പലത്തിൽ മണി അടിച്ചു കേട്ടോ, 5:45 കേട്ടോ. ഇനിയിപ്പോൾ വേഗം അവിടെ നിന്ന് പോരുന്നു കേട്ടോ. നീന്തൽ പഠിപ്പിച്ചു കൊടുക്കാനാ പറയണേ. ഈ തോട്ടിൽ വെള്ളം കൊണ്ട് ഞാൻ എന്ത് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കാനാ പറയണേ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് കനാലിലിട്ട് നീന്തൽ പഠിപ്പിച്ചിരാന്നൊക്കെ പറയാം. അപ്പം അമ്മ വേഗം കഴുകണ്ട് അമ്പലത്തിൽ മണിയടിച്ച കാരണം ഒരു ചേച്ചി അവിടെ നിന്ന് വരണുണ്ട് കേട്ടോ. കാറ് കഴുകണോടത്ത് പിന്നെ അതേ നോക്കിക്ക രണ്ടുപേരും കൂടെ കാറ് കഴുകട്ടെ. അപ്പം ഞാൻ പറയാം നമ്മുടെ കാറും കൊണ്ട് കഴുകായിരുന്നു. അതിന് ആരും കൊണ്ടുവരും ആരും ഓടി. 2 ഡ്രൈവർമാരും ഇവിടെ ഇല്ല. ഒരാളിത് പെണ്ണ് കുളിക്കട്ടെ പോണ ചിരി വരാ. പെണ്ണ് കുളിക്കണ പോലെ കുളിക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ തലയിൽ നനച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ വേഷം കെട്ടുകൾ കാണുന്ന പറയും. പിന്നെ അച്ഛമ്മയുടെ ആൾക്കാർ ഒരു വീഴ നിൽക്കുന്നുണ്ട്. അച്ഛമ്മക്ക് ദേഷ്യം വന്നിട്ട് വെള്ളം ഇല്ലാണ്ട് ഈ ചെക്കന്മാരെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞു. ഒരാളിതേ അവിടെ ഓടി വരുന്നുണ്ട്. ആന വരുന്ന ഒച്ച കേൾക്കണമെന്നും പറഞ്ഞു. ആനയുടെ കാലിൽ ഒച്ച കേൾക്കുന്നുണ്ടെന്ന്. എന്തെങ്കിലും പേടി വേണ്ടേ ഇവനതേ. പിന്നെ പേടിയില്ലല്ലോ, അതേ ബോളും കൊണ്ട് കിടക്കണ. ഇങ്ങനത്തെ ഓരോരോ കോമാളിത്തരങ്ങൾ കാണിക്കാനാണ് ഈ തോട്ടി വന്നത്. അല്ല പറഞ്ഞിട്ടൊക്കെ എല്ലാവർക്കും ഒരു ഇത് കിട്ടി തന്നെ അവർക്കൊരു ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.